ഇനി പ്രവാസ ലോകത്തെ വാർത്തകൾ. അമേരിക്കയ്ക്ക് താക്കീതുമായി റഷ്യ. ഇന്ത്യയും ചൈനയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്ന് ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു പുടിൻ. ഇന്ത്യയും ചൈനയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുതെന്നാണ് റഷ്യ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നയങ്ങളെ രൂക്ഷമായ ഭാഷയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വിമർശിച്ചു. രണ്ട് കരുത്തരായ ഏഷ്യൻ ശക്തികളെ ദുർബലപ്പെടുത്താനുള്ള നീക്കമാണ് അമേരിക്കയുടേതെന്ന് പുടിൻ കുറ്റപ്പെടുത്തി. ഇന്ത്യയും ചൈനയും വ്യാപാര പങ്കാളികളെന്നാണ് പുടിൻ പരാമർശിച്ചത്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പുടിൻ. സാമ്പത്തിക സമ്മർദ്ദങ്ങളിലൂടെ ഏഷ്യയിലെ രണ്ടു വലിയ ശക്തികളായ ഇന്ത്യയും ചൈനയെയും വരുതിയിൽ നിർത്താനാണ് US ശ്രമിക്കുന്നത്. റഷ്യയുടെ പങ്കാളികളായ ഇരു രാജ്യങ്ങളെയും ഭരണാധികാരികളെ ദുർബലരാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു. കൊളോണിയൽ യുഗം കഴിഞ്ഞുവെന്നും പങ്കാളികളായ രാജ്യങ്ങളോട് ഇത്തരത്തിൽ പെരുമാറാനാകില്ലെന്ന് അമേരിക്ക മനസ്സിലാക്കണമെന്നും അദ്ദേഹം വിമർശിച്ചു. റഷ്യയിൽ നിന്നും ക്രൂഡ് ഓയിൽ വാങ്ങുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കെതിരെ കൂടുതൽ നടപടികൾ കൈക്കൊള്ളുമെന്ന ട്രംപിന്റെ മുന്നറിയിപ്പുകളുടെ പശ്ചാത്തലത്തിലാണ് റഷ്യൻ പ്രസിഡന്റ് പരാമർശം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യക്കാരായ വിസാപേക്ഷകരുടെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റുകൾ റീജിയണൽ പാസ്പോർട്ട് ഓഫീസിൽ സാക്ഷ്യപ്പെടുത്താൽ മാത്രമേ സ്വീകരിക്കൂവെന്ന് ഇമിഗ്രേഷൻ ന്യൂസിലാൻഡ്. ഡിസംബർ 1 മുതൽ നിയമം പ്രാബല്യത്തിലാകും. ഒരു ഡെപ്യൂട്ടി കമ്മീഷണർ അല്ലെങ്കിൽ പോലീസ് സൂപ്രണ്ട് ഓഫീസിൽ നിന്നോ അവരുടെ പ്രാദേശിക പോലീസ് സ്റ്റേഷനിൽ നിന്നോ സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കാനുള്ള അവസരമാണ് മുമ്പുണ്ടായിരുന്നത്. ഈ സർട്ടിഫിക്കറ്റുകളിലെ പൊരുത്തക്കേടുകളും പരിശോധനാ ബുദ്ധിമുട്ടുകളും കാരണമാണ് നിയമം പരിഷ്കരിച്ചത്. ഈ മാറ്റം ഇന്ത്യയിൽ നിന്ന് അപേക്ഷിക്കുന്നവർക്ക് മാത്രമേ ബാധകമാകൂ. വിദേശത്ത് താമസിക്കുന്ന ഇന്ത്യക്കാരുടെയും നിലവിലല്ലെങ്കിൽ മുൻപ് ഇന്ത്യയിൽ താമസിച്ചിരുന്ന ഇന്ത്യക്കാരല്ലാത്തവരുടെയും ആവശ്യകതകൾ മാറ്റമില്ലാതെ തുടരുന്നു. സർട്ടിഫിക്കറ്റുകൾ സമർപ്പിക്കുമ്പോൾ 6 മാസത്തിൽ താഴെ പഴക്കമുള്ളതായിരിക്കണം. കൂടാതെ മറ്റൊരു ഭാഷയിൽ ഇഷ്യൂ ചെയ്താൽ ഒരു ഇംഗ്ലീഷ് വിവർത്തനം ഉൾപ്പെടുത്തുകയും വേണം. ചിലപ്പോൾ വിരലടയാളം ആവശ്യമായി വന്നേക്കാം. അപേക്ഷകർ മാർഗനിർദ്ദേശത്തിനായി പ്രാദേശിക സേവനങ്ങളുമായി ബന്ധപ്പെടുകയോ ന്യൂസിലാൻഡ് പോലീസിനെ ബന്ധപ്പെടുകയോ ചെയ്യണം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രവാസികളുടെ ഇഷ്ടരാജ്യമായി UAE. മികച്ച ജീവിത നിലവാരം, സുരക്ഷിത ജോലി തുടങ്ങിയവ UAEക്ക് നേട്ടമായി. ജീവിക്കാനും ജോലി ചെയ്യാനും അനുകൂലമായ അന്തരീക്ഷമുള്ള UAE പ്രവാസികളുടെ ഇഷ്ടരാജ്യമായി മാറി. ആഗോള നെറ്റ്വർക്ക് സ്ഥാപനമായ ഇന്റർനേഷൻസിന്റെ എക്സ്പാറ്റ് ഇൻസൈഡർ 2025 റിപ്പോർട്ടിലാണ് UAE 3 സ്ഥാനങ്ങൾ മെച്ചപ്പെടുത്തി 7ാം സ്ഥാനത്തെത്തിയത്. കഴിഞ്ഞ വർഷം 10ാം സ്ഥാനത്തായിരുന്നു UAE. ആഗോളതലത്തിൽ 1ാം സ്ഥാനത്ത് പനാമയാണ്. ജീവിത നിലവാരം, വ്യക്തിഗത ബാങ്ക് ഇടപാട്, ഡിജിറ്റൽ സേവനം, പാർപ്പിടം, ഭാഷ തുടങ്ങിയവ അടിസ്ഥാനമാക്കി 46 രാജ്യങ്ങളിലെ 10,085 ആളുകളിലാണ് സർവേ നടത്തിയത്. ലോകത്തിലെ ഏറ്റവും മികച്ച സമ്പദ് വ്യവസ്ഥകളിലൊന്നായാണ് UAE അറിയപ്പെടുന്നത്. UAE ബിസിനസ് അന്തരീക്ഷം ശക്തിപ്പെടുത്തുന്നതിനും നേരിട്ടുള്ള വിദേശ നിക്ഷേപവും വിദഗ്ധ തൊഴിലാളികളെയും ആകർഷിക്കുന്നതിന് ഗോൾഡൻ വിസ ഉൾപ്പെടെയുള്ള നിരവധി സാമ്പത്തിക നിയമപരിഷ്കാരങ്ങൾ നടത്തിയിരുന്നു. വ്യക്തിഗത സുരക്ഷയിൽ ആഗോളതലത്തിൽ 1ാമതാണ് UAEയുടെ സ്ഥാനം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കാതെ പാഴ്സലുകൾ സ്വീകരിക്കാനുള്ള സംവിധാനവുമായി ബഹ്റൈൻ. ഇലക്ട്രോണിക് ലോക്കർ തപാൽ സംവിധാനം രാജ്യത്തെ പ്രധാന സ്ഥലങ്ങളിൽ സ്ഥാപിച്ചു. ഇലക്ട്രോണിക് ലോക്കർ സേവനം ബഹ്റിൻ ഗതാഗത ടെലികമ്മ്യൂണിക്കേഷൻ മന്ത്രാലയം ഏർപ്പെടുത്തി. ഉപഭോക്തൃ പ്രതീക്ഷകൾക്കനുസൃതമായി പ്രവർത്തന കാര്യക്ഷമത ശക്തിപ്പെടുത്തുന്നതിനും തപാൽ സേവനങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമാണ് ഈ സേവനം ഏർപ്പെടുത്തിയിരിക്കുന്നത്. നിശ്ചിത സമയക്രമമോ പോസ്റ്റ് ഓഫീസുകൾ സന്ദർശിക്കേണ്ടതിന്റെയോ ആവശ്യമില്ലാതെ പാഴ്സലുകൾ സ്വീകരിക്കുന്നതിന് സുരക്ഷിതവും വേഗമേറിയതുമായ സംവിധാനമാണ് ഇലക്ട്രോണിക് ലോക്കറുകൾ. കോഡും ലോക്കർ ലൊക്കേഷനും ഉപയോഗിച്ച് ഉപഭോക്താക്കൾക്ക് അറിയിപ്പ് ലഭിക്കും. കൂടാതെ കോഡ് ഉപയോഗിച്ച് മറ്റൊരാൾക്ക് പാഴ്സൽ ശേഖരിക്കാൻ അധികാരപ്പെടുത്താനുള്ള ഓപ്ഷനും ഇതോടൊപ്പം ഉണ്ടാകും. ഷോപ്പിംഗ് സെന്ററുകൾ ഉൾപ്പെടെയുള്ള പ്രധാന സ്ഥലങ്ങളിൽ ലോക്കറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.